യേശുയൻ ആത്മാസഖേ നിന്മാവിൽ ഞാൻ ചേരാട്ടെ. ഈ ലോകമാരിതേ തീരാകൾ ഉയരുന്നേ. ജീവനെ നിന്നന്തികെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹസഭാവിശ്വാസികളെ, 2026 ആണ്ടിലെ നോയമ്പ് കാല ദൈവവചന ഘോഷണത്തിലേക്ക് CSI അസൻഷൻ ചർച്ച് കാക്കനാട് സഭയിലെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം സീനിയർ സ്റ്റാർസിൻ്റെ പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെട്ട നോമ്പ് കാലത്തെക്കുറിച്ചുള്ള ദൈവവചന ഘോഷണം പോലെ ഇക്കുറി പരിശുദ്ധാത്മ നിയോഗത്താൽ ഇന്നു മുതൽ തുടക്കം കുറിക്കുന്നു. സഭാവിശ്വാസികൾക്ക് പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുവാൻ സൗകര്യപ്പെടുത്തുമ്പോൾ അതും പങ്കുവയ്ക്കുന്നത് സഹവിശ്വാസികൾ തന്നെ എന്നുള്ളത് ദൈവികാനുഗ്രഹമായി കരുതുന്നു. ഇന്ന് ചാമ്പൽ ബുധനാഴ്ച, അതായത് ആഷ് വെനസ്ഡേ നോമ്പിൻ്റെ ആരംഭ ദിവസം. ഇനി വരുന്ന 39 ദിവസങ്ങൾ നോമ്പ് കാലയളവിലെ ചിന്തകളും 40ാമത്തെ ദിവസമായ ഹോശന്ന ഞായർ മുതൽ ഉയർപ്പ് ഞായർ വരെ കഷ്ടാനുഭ ആഴ്ചയുടെ ചിന്തകളും പങ്കുവയ്ക്കുവാൻ സീനിയർ സ്റ്റാർസ് വാട്സാപ്പ് ഗ്രൂപ്പ് തയ്യാറായിരിക്കുന്നു. ഇതാ സഹോദരന്മാർ, അതായത് സഹോദരി സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു എന്ന് 133 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് ആരെക്കുറിച്ചാകുന്നു എന്ന് ചിന്തിക്കുവാനും അത് നമ്മുടെ സഭാ ജീവിതത്തിൽ സാക്ഷ്യമായി പറയുവാൻ എത്ര യോഗ്യതപ്പെട്ടതാണെന്നും ചിന്തിച്ച് പ്രാവർത്തികമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രോതാക്കൾക്ക് ഓരോ ദിവസവും ഇവിടെ പ്രതിപാദിക്കുന്ന ചിന്തകളെ വിലയിരുത്തി അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി റവറൻഡ് ജിജി വർഗീസ് അച്ഛൻ ഇന്ന് ദൈവവചന ഘോഷണത്തിൻ്റെ ആദ്യ സന്ദേശം നൽകുന്നു. ചാമ്പൽ ബുധനാഴ്ചയോടുകൂടി വീണ്ടും ഒരു നോമ്പ് കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ആത്മാർത്ഥതയോടെ അനുഷ്ഠിക്കുന്ന നോമ്പ് അനുഷ്ഠിക്കുന്നവൻ്റെ അവബോധത്തെ ഉന്നതവും നിർമ്മലവും വിശാലവുമാക്കുന്നു. വലിയ നോമ്പിലെ ഓരോ ദിവസത്തെയും ധ്യാനാത്മകവും വിശുദ്ധവുമാക്കാനുതകുന്ന ധ്യാനങ്ങൾക്കാണ് ഇന്നു മുതൽ CSI അസൻഷൻ ദേവാലയത്തിലെ സീനിയർ സ്റ്റാർസ് തുടക്കം കുറിക്കുന്നത്. വസ്ത്രത്തേക്കാൾ ശരീരവും ശരീരത്തേക്കാൾ ആത്മാവും ശ്രേഷ്ഠമത്രേ എന്ന് ക്രിസ്തു പറയുന്നുണ്ട്. ആധുനിക ലോകം നേരെ മറിച്ചാണ് ചിന്തിക്കുന്നത്. ആത്മാവിനേക്കാൾ ശരീരവും ശരീരത്തേക്കാൾ വസ്ത്രവും ശ്രേഷ്ഠമാണ് എന്നാണ്. കൃത്രിമവും ഭൗതികവുമായ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ആത്മസത്തയെ അതിൻ്റെ തനിമയിൽ തിരിച്ചറിയുവാനാണ് നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യ കേന്ദ്രീകൃതമായ ജീവിതത്തിൽ നിന്ന് ദൈവകേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് മാറലാണ് നോമ്പിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. നോമ്പ് നമ്മുടെ ശരീരത്തെ വീണ്ടെടുത്ത് ദൈവത്തിന് സമർപ്പിക്കുവാനുള്ള കാലമാണ്. നോമ്പ് നാം തനിച്ചാണെന്ന് കണ്ടെത്താനുള്ള കാലയളവാണ്. എല്ലാവരും കൂടെയുണ്ടാവുമ്പോഴും ചില നേരങ്ങളിൽ നാം
തനിച്ചിരുന്ന് മിഴിപൂട്ടി പ്രാർത്ഥിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ്. എല്ലാത്തിനും പരിഹാരമുണ്ടെന്നാണ് നോമ്പിൻ്റെ സുവിശേഷം. കുറവുകളുണ്ടെന്ന് ഏറ്റുപറയുന്ന പുണ്യകാലമാണ് നോമ്പുകാലം. എന്നിൽ കുറവുണ്ട് ദൈവമേ എന്ന് നെഞ്ചിൽ കൈവച്ച് നമുക്ക് എന്ന് പറയുവാനാവും. നമ്മളിപ്പോഴും കുറവില്ലാത്തവരെ പോലെയല്ലേ ജീവിക്കുന്നത്? ആ ധനിക യുവാവിനോട് ക്രിസ്തു പറഞ്ഞതുപോലെ നമ്മോടും പറയുന്നുണ്ട്. ചില കുറവുകൾ അംഗീകരിക്കുവാനും ദൈവത്തോട് നമുക്ക് ഹൃദയപൂർവ്വം ഏറ്റുപറയുവാനും ഈ വർഷത്തെ നോമ്പ് നമ്മെ സഹായിക്കട്ടെ. നോമ്പ് ഒരു കാത്തിരിപ്പിൻ്റെ കാലമാണ്. കുരിശിനപ്പുറം ഉദ്ധാനമുണ്ടെന്ന പ്രത്യാശയോടെയുള്ള കാത്തിരിപ്പ്. ഈ കാത്തിരിപ്പിനെ മഹത്വവൽക്കരിച്ചത് ക്രിസ്തു തന്നെയാണ്. കല്ല് അപ്പമാകാൻ ആവശ്യപ്പെടുന്ന പിശാചിനോടും ക്രിസ്തു മൗനമായി മന്ത്രിക്കുന്നത് കാത്തിരിക്കാനാണ്. ശത്രുവിനെ മിത്രങ്ങളാക്കാൻ പഠിക്കലാണ് നോമ്പ്. മിത്രങ്ങളെക്കാൾ അധികം ശത്രുക്കളാണ് നമ്മുടെ ചുറ്റും നിൽക്കുന്നത്. വേദനിപ്പിച്ചവരെ സ്നേഹിക്കാൻ, അവരോട് ക്ഷമിക്കാൻ ഈ നോമ്പിൽ നമുക്ക് തീരുമാനിക്കാം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ അഭയം തേടുന്നതാണെന്ന് 118 സങ്കീർത്തനം 8 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ഒന്നും ഉപേക്ഷിക്കാത്തവന് നോമ്പിൻ്റെ രുചി നുകരാനാവില്ല. വഞ്ചിയും വലയും ഉപേക്ഷിച്ചപ്പോഴാണ് പത്രോസും കൂടെയുള്ളവർക്കും ക്രിസ്തു ശിഷ്യനാവാനായത്. ചുങ്കസ്ഥലം ഉപേക്ഷിച്ചവനാണ് ക്രിസ്തുവിൻ്റെ സ്നേഹിതനാവാൻ കഴിഞ്ഞത്. നോഹയെക്കുറിച്ച് പറയാതെ നോമ്പ് വിചാരങ്ങൾ പൂർണ്ണമാവില്ല. പെട്ടകത്തിൻ്റെ വാതിലുകളടച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് സഹജീവികളെ സ്നേഹിച്ച് ജീവിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ ദൈവം നൽകിയപ്പോൾ നോഹ മറുത്തൊരു വാക്കും പറയാതെ ജീവിതം മുൻപോട്ട് നയിച്ചു. നല്ല വേനലിലും ദൈവത്തിൽ വിശ്വസിച്ച് നോഹ പെട്ടകം നിർമ്മിച്ചു. മഹാവിപത്തിൽ നിന്നും നോഹ രക്ഷ നേടി. നോമ്പ് കുരിശെടുക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. കുരിശുകൾ ഒഴിവാക്കാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ ശുദ്ധ മണ്ടത്തരമാണെന്നാണ് നോമ്പ് പഠിപ്പിക്കുന്നത്. കർത്താവിൽ പ്രിയരെ, 2026 ആണ്ടിലെ നോമ്പിൻ്റെ നാളുകൾ കുറെ കൂടി നമുക്ക് അർത്ഥവത്താക്കാം. കന്മഷം കഴുകുകേ നിത്യജീവവെല്ലാവൻ ചിത്തം ശുദ്ധമാക്കട്ടെ.